ഹായ്. ദിൽജിത്ത് അയ്യത്താൾ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് രചനയും ഛായാഗ്രഹണവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമായ എക്കോ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, സൗരഭ് സൗരഭ് സച്ദേവ്, വിനീത്, ബിനു പപ്പു, നരൻ, അശോകൻ, ബിയാന മോമിൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ നിർമ്മാണം വിപിൻ അഗ്നിഹോത്രി, MRK ജയറാം തുടങ്ങിയവരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ് ഈ സിനിമ എന്ന് പറയേണ്ടി വരും. അതേപോലെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ അഭിനയിച്ചവരാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രദീപ് ആണെങ്കിലും, ബിനു പപ്പു, നരൻ, അശോകൻ, പിന്നെ വിനീതിനൊക്കെ നല്ല രസമായിട്ടുള്ള ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിയാന മോമിൻ എന്ന് പറയുന്ന ഒരു വയസ്സായ സ്ത്രീയുടെ ഒരു ക്യാരക്ടറും കൊടുത്തതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതിലും അടിപൊളിയായിട്ട് അതിൽ ഒരുപാട് ഡോഗ്സ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പെർഫെക്റ്റ് ഉള്ള ഓരോ സീക്വൻസും, ക്യാമറ സീക്വൻസ് ആണെങ്കിലും അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമ്മൾ ശരിക്കും പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ത്രില്ലർ തന്നെയാണ് ഈ ഒരു സിനിമ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ആലോചിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ അവിടെ ഇവിടെ കിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചെടുക്കേണ്ടി വരും. ആ രീതിയിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അത്രയും ത്രില്ലറായിട്ടാണ് ഈ സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥ അതുപോലെ തന്നെയാണ് എടുത്തുള്ളത്. നമ്മുടെ സന്ദീപ് ഈ പറഞ്ഞ ഒരു വയസ്സായ സ്ത്രീയെ എന്താ പറയാ നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ നോക്കാൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് തന്നെ ആ നാട്ടില് വേറൊരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രത്തെ അന്വേഷിക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ നമ്മുടെ ബീനു പപ്പു ആണെങ്കിലും ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് ചില കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ അവിടെ ഒരു കണക്ഷൻ എന്തോ ഉണ്ടായിരുന്നല്ലോ, ആ കണക്ഷൻ ഇത് എങ്ങോട്ടാ പോയത്, പിന്നീട് വരുന്ന കണക്ഷൻ ഇങ്ങോട്ടാ പോയത്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇതിലൊരു മെയിൻ കഥാപാത്രമുണ്ട്, കുര്യച്ചന്റെ ഒരു വലങ്കൈയാണ് നമ്മുടെ സന്ദീപിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതായത് കുര്യച്ചന് ഈ നായകളോട്, അതായത് ഡോഗ്സിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഒരു ഡോഗ്സിനെ എങ്ങനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മുടെ രീതിയിൽ, അതുപോലെ തന്നെ പരിശീലിച്ചെടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സന്ദീപിന്റെ ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കുര്യച്ചൻ ഇന്ത്യൻ ഇവിടെ മലേഷ്യ പോയ സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അവിടുന്ന് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നുണ്ട്. അതായത് ചില പ്രശ്നങ്ങളിലൂടെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഞാൻ പറയാം സിനിമയെ കുറിച്ച് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം അവളെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് അവിടെ എങ്ങനെയാണോ അവൾ ജീവിച്ചിരുന്നത് അതിലും വളരെ ക്രൂരമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ കുര്യച്ചന്റെ ക്യാരക്ടർ നാട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴും അവളെ സംരക്ഷിക്കുന്നത്. ആ ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു സീനുണ്ട്. ഈവൻ എന്താ പറയാ, അതായത് സന്ദീപിന്റെ ക്യാരക്ടറെ പോലും നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീ, അതായത് നമ്മുടെ ബിയാന മോമിൻ എന്ന് പറയുന്ന വയസ്സായ സ്ത്രീയുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ശരിക്കും ഈ എന്താ പറയാ, നമ്മുടെ കുര്യച്ചൻ എന്താണോ ഈ സ്ത്രീയോട് ചെയ്തത് അതിൽ ഇരട്ടി ഒരു സാധനമാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു കേസിൽ അകപ്പെട്ടിട്ട് കുര്യച്ചൻ മുങ്ങുന്നുണ്ട്. ആ മുങ്ങിയ ആളെ പിന്നെ ആരും കാണുന്നില്ല. അതായത് മുങ്ങിയ ശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലും ശ്രമിച്ചു നോക്കിയിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ക്ലൈമാക്സിലോട്ട് വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സംഭവം തരുന്നുണ്ട്. അതായത് ഈ ഒരു മലേഷ്യക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ ആ മലേഷ്യയിലുള്ള സമയത്ത് അവരുടെ ഹസ്ബൻഡ് എങ്ങനെയാണോ ഈ ഡോഗിനെ വെച്ച് പരിശീലിപ്പിച്ചിട്ട് ആ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു കുര്യച്ചൻ ഇവിടെ കൊണ്ടുവന്നപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഒരു നല്ലൊരു പണി. അതായത് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പണി കിട്ടിയത്, അതായത് ഒരു പ്രോബ്ലം ഉണ്ടായത്, അതുപോലെ തന്നെ ഒരു സെയിം സാധനം തന്നെയാണ് ഈ കുര്യച്ചനും ഇട്ട് കൊടുത്തിട്ട് ആള് സേഫ് ആക്കി വെച്ചിട്ടുള്ളത്. അതായത് ഈ ഒളിച്ചിരിക്കാൻ പോയ കുര്യച്ചന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മലേഷ്യയിൽ നിന്ന് വന്ന ആ അമ്മച്ചി, അതായത് ആ ഒരു സ്ത്രീ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണോ മറ്റേ ആ ഒരു സ്ത്രീക്ക് ഒരു പണി കിട്ടിയത് അതുപോലെ തന്നെയാണ് തിരിച്ചും ആ ഒരു ക്യാരക്ടർ തിരിച്ചും ചെയ്തിട്ടുള്ളത്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാടും പുഴയും അതിന്റെ ഒരു എന്താ പറയാ വെള്ളച്ചാട്ടങ്ങളും അവിടുത്തെ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു സ്ഥലം പോലും അയ്യോ ഒരു മോശമെന്ന് പറയാൻ പറ്റുന്ന ഒരു സീനുകളൊന്നും ഈ സിനിമയിലില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. എക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമ. ഒരു എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ പോയി കണ്ടേക്കത്. ഈ സിനിമ OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടവരൊക്കെ എനിക്ക് ഇതിന്റെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക.
കാണാത്തുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് നിങ്ങളും അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.